വെൽക്കം. ഡിജിറ്റൽ ലാബ് എക്സ്പെരിമെന്റ് ഇത്തവണ ബൈ ഡയറക്ഷണൽ ഷിഫ്റ്റ് രജിസ്റ്ററിനെ പറ്റിയാണ്. നമ്മൾ നേരത്തെ ഷിഫ്റ്റ് രജിസ്റ്റേഴ്സ് സീരിയലായിട്ട് ഡാറ്റ ഔട്ട്പുട്ട് ചെയ്യുന്ന സമയത്ത്, സീരിയൽ ഇൻ സീരിയൽ ഔട്ടൊക്കെ ആയിട്ട് ചെയ്യുന്ന സമയത്ത് ഡയഗ്രാം നമ്മൾ ഫ്ലിപ്പ് ഫ്ലോപ്പ് 1 എന്നുള്ളത് ലെഫ്റ്റ് സൈഡിൽ ഡയഗ്രാം സെറ്റ് ചെയ്യുകയും ലാസ്റ്റ് ഡയഗ്രാം ഫ്ലിപ്പ് ഫ്ലോപ്പ് റൈറ്റ് സൈഡിൽ സെറ്റ് ചെയ്യുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ഫസ്റ്റിൽ ഡാറ്റ കൊടുക്കുന്ന ഡാറ്റ അടുത്തതിലേക്കായിട്ട് പോകും. ഒരു ഡയഗ്രാം വൈസ് നമ്മളത് കാണുകയാണെങ്കിൽ റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു എന്നുള്ള രീതിയിലാണത് മൂവ്മെൻറ്റ്. നമ്മൾ അതിൻ്റെ LED അതേ തരത്തിൽ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റൈറ്റ് മൂവ്മെൻ്റ് ആയിട്ട് വരും. ചില ഡിസ്പ്ലേയിലൊക്കെ നമുക്ക് ഇത് ലെഫ്റ്റ് മൂവ്മെൻ്റ് ആവശ്യമുണ്ടാവും. അപ്പോൾ റൈറ്റ് മൂവ്മെൻ്റ് ആവശ്യമുള്ള സർക്യൂട്ടുകളിൽ അത് റൈറ്റ് ഷിഫ്റ്റ് ആയിട്ടും ലെഫ്റ്റ് മൂവ്മെൻ്റ് ആവശ്യമുള്ളതിൽ ലെഫ്റ്റ് ഷിഫ്റ്റ് ആയിട്ടും ചെയ്യണം. അത് പ്രാക്ടിക്കലി LED കണക്ഷൻ ഓൾട്ടർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് റൈറ്റിലേക്കുള്ള ലെഫ്റ്റിലേക്ക് ചേഞ്ച് ചെയ്തോളും. പക്ഷെ ഒരേ സർക്യൂട്ടിൽ നമുക്കത് വേണമെങ്കിൽ അത് ബുദ്ധിമുട്ടാണ്. റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്ന ഒരു ഡിസ്പ്ലേ തന്നെ ചില പൊസിഷനിൽ നമുക്ക് ലെഫ്റ്റിലേക്ക് ഡിസ്പ്ലേ ചെയ്യാൻ വേണമെങ്കിൽ അത് പ്യുവറായിട്ട് ഒരു റൈറ്റ് ഷിഫ്റ്റും ലെഫ്റ്റ് ഷിഫ്റ്റും ചെയ്യാൻ പറ്റുന്ന ഒരു സർക്യൂട്ടായിരിക്കണം. അങ്ങനെ വരുന്ന സമയത്ത് ഇത് ഉപയോഗിക്കുന്നതിന് വേണ്ടി ഉള്ള ഒരു അറേഞ്ച്മെൻ്റാണ് ബൈ ഡയറക്ഷണൽ ഷിഫ്റ്റ് രജിസ്റ്റർ എന്ന് പറയുന്നത്. ഇത് ഒരു ലെഫ്റ്റ് ഷിഫ്റ്റ് രജിസ്റ്ററിൻ്റെയും റൈറ്റ് ഷിഫ്റ്റ് രജിസ്റ്ററിൻ്റെയും ഒരു കോമ്പിനേഷൻ സർക്യൂട്ട്, അതായത് ഒരു സ്വിച്ചിങ് സർക്യൂട്ടോട് കൂടിയുള്ള ഒരു കോമ്പിനേഷൻ സർക്യൂട്ടാണ്. അപ്പോൾ ഇതിന് റൈറ്റ് ലെഫ്റ്റ് ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നേരത്തെ പിസോയിൽ കണ്ട രീതിയിലൊരു നോട്ട് ഗേറ്റ് അറേഞ്ച്മെൻ്റ് ആണ് ചെയ്യുന്നത്. അത് നമ്മളവിടെ റൈറ്റിനും ഷിഫ്റ്റിനും ആയിരുന്നു നമ്മളത് ഉപയോഗിച്ചിരുന്നത്. റൈറ്റ് മീൻസ് WRIT റൈറ്റ്. ഇവിടുത്തെ റൈറ്റ് RIGHT റൈറ്റ് ആണ്. ലെഫ്റ്റും റൈറ്റും ഉള്ള ഇതാണ് ഇത് ഉപയോഗിക്കുന്നത്. മറ്റേത് നമുക്ക് ഡാറ്റ റൈറ്റ് ചെയ്യാന്നുള്ള ഒരു രീതിയിലാണ് ആ റൈറ്റ് ഉപയോഗിച്ചത്, WRIT റൈറ്റ്. അപ്പോൾ ഇവിടെ ഈ ഒരു അറേഞ്ച്മെൻറ്റ് ചെയ്യുകയും ബാക്കി നമ്മൾ നേരത്തെ പിസോയിൽ കണ്ട അതേ മൾട്ടിപ്ലക്സർ അറേഞ്ച്മെൻറ്റ് തന്നെയാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. അവിടെ നമ്മൾ 4 ഫ്ലിപ്പ് ഫ്ലോപ്പ് ഉപയോഗിക്കും 3 മൾട്ടിപ്ലക്സർ അറേഞ്ച്മെൻ്റ് ആയിരുന്നു കണ്ടത്. അതായത് ആദ്യത്തേന് ശേഷം ആണ് 3 അറേഞ്ച്മെൻറ്റ് കണ്ടിരുന്നത്. ഇവിടെ അത് റൈറ്റിലേക്ക് പോകുമ്പോൾ അത് ശരിയാണ്. പക്ഷെ ലെഫ്റ്റിലേക്ക് വരുമ്പോൾ ആദ്യത്തേത് കഴിഞ്ഞിട്ട് വരുന്ന 3 അറേഞ്ച്മെൻറ്റ് ഇവിടെ കാണണം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ടോട്ടൽ 4 മൾട്ടിപ്ലക്സേഴ്സ് ഉപയോഗിക്കേണ്ടതായിട്ട് വരും. ഇവിടെ നമുക്ക് കൊടുക്കുന്ന ഒരു ഡാറ്റ, ഇൻപുട്ട് ഡാറ്റ, നമ്മൾ സിംഗിൾ ഇൻപുട്ട് ഡാറ്റ നമ്മൾ ഫീഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഡാറ്റ നമുക്ക് ഫസ്റ്റ് സർക്യൂട്ടിലും ലാസ്റ്റ് സർക്യൂട്ടിലും സൈമൾട്ടേനിയസ്ലി അത് ഫീഡ് ചെയ്യുന്നുണ്ട്. പിന്നെ മറ്റൊന്ന് വരുന്നത് ചില ഫീഡ്ബാക്ക് കണക്ഷൻസ് വരുന്നുണ്ട്. ക്യൂവിൽ നിന്ന് അടുത്ത മൾട്ടിപ്ലക്സറിലേക്ക് പോകുന്നതോടൊപ്പം തന്നെ ഫീഡ്ബാക്ക് ചെയ്തിട്ട് പ്രീവിയസിൽ ഉള്ള ചില സർക്യൂട്ടുകളിലേക്ക് അത് ഫീഡ് ചെയ്യുന്നതായിട്ട് കാണാം. അങ്ങനെ വരുന്ന ഒരു അറേഞ്ച്മെൻറ്റും കൂടെ ഇതിൻ്റെ അകത്ത് ഉപയോഗിച്ചുകൊണ്ടാണ് ഈ സർക്യൂട്ട് നമ്മൾ വർക്ക് ചെയ്യിക്കുന്നത്. ബൈ ഡയറക്ഷണൽ ഷിഫ്റ്റ് രജിസ്റ്ററിൻ്റെ സിമുലേറ്റർ അറേഞ്ച്മെൻ്റ് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. നമുക്ക് ക്ലോക്കൊക്കെ സൈമൾട്ടേനിയസ് സിങ്ക്രണൈസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കൂടാതെ ഈ ഫ്ലിപ്പ് ഫ്ലോപ്പുകൾ 4 ഫ്ലിപ്പ് ഫ്ലോപ്പും 4 മൾട്ടിപ്ലക്സർ സർക്യൂട്ടും ഉപയോഗിച്ചിട്ടുണ്ട്. കൂടാതെ നമുക്ക് ലെഫ്റ്റ് റൈറ്റ് അറേഞ്ച്മെൻറ്റിന് വേണ്ടി ഒരു നോട്ട് ഗേറ്റും ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇതിൻ്റെ അറേഞ്ച്മെൻറ്റ് നമുക്ക് മൂവ് ചെയ്യുന്നത് ഫ്ലിപ്പ് ഫ്ലോപ്പുകളിൽ വിസിബിൾ ആവും. ഇതിൻ്റെ ലാസ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്നൊരു ഔട്ട്പുട്ട് എടുത്തിട്ടുണ്ട്. ഫസ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ക്യൂ ഔട്ട്പുട്ട് എന്നും ഒരു ഔട്ട്പുട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത് ഫസ്റ്റായിട്ട് കാണുന്ന സമയത്ത് ഇതിൽ നിന്ന് രണ്ടാമത്തെ, അതിൽ നിന്ന് 3, അതിൽ നിന്ന് 4
ഇങ്ങനെ ഔട്ട്പുട്ടിലേക്ക്. അപ്പോൾ റൈറ്റ് മൂവ്മെൻ്റ് ആയിട്ട് നമുക്കത് റൈറ്റ് ഷിഫ്റ്റ് ആയിട്ട് കിട്ടും. തിരിച്ച് ഇത് 4th നിന്ന് 1ലേക്ക് വരുന്ന ലെഫ്റ്റ് ഷിഫ്റ്റ് മൂവ്മെൻറ്റും ഇതിൽ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള ചില അറേഞ്ച്മെൻറ്റ്സ് ആണ് ഇതിൻ്റെ അകത്ത് ഉപയോഗപ്പെടുത്തുന്നത്. നമുക്കിതൊന്ന് നോക്കാം. ഇപ്പോൾ ഇവിടെ ചില ഡാറ്റകളുണ്ട്, അത് നമുക്ക് ആദ്യം ഒന്ന് ക്ലിയർ ചെയ്യാം. അപ്പോൾ ക്ലിയർ ചെയ്യുന്നതോടുകൂടി എല്ലാം അത് 0ലേക്കുള്ള പൊസിഷനിലേക്ക് മാറി. ഇനിയിപ്പോൾ നമുക്ക് വേണ്ടത് ആദ്യം നമ്മൾ നേരത്തെ സീരിയലിലൊക്കെ കണ്ടതുപോലെ, സീരിയൽ ഇൻപുട്ട് ഔട്ട്പുട്ടിലൊക്കെ കണ്ടതുപോലെ ടുവേർഡ്സ് റൈറ്റ് ആയിക്കോട്ടെ നമ്മുടെ ആദ്യത്തെ ഇത്. അപ്പോൾ ഇവിടെ നമുക്ക് ഈ നോട്ട് ഗേറ്റ് ഇൻപുട്ട് നമ്മൾ 1ൽ സെറ്റ് ചെയ്താൽ അത് റൈറ്റിലേക്കുള്ളൊരു മൂവ്മെൻ്റ് ആണ് വരുന്നത്. ഇവിടെ നമുക്ക് 0 കൊടുത്താൽ അത് മൂവ് ചെയ്യും. പക്ഷേ ഇവിടെ നമ്മൾ ഓൾറെഡി ക്ലിയർഡ് ആയതുകൊണ്ട് 0ൻ്റെ മൂവ്മെൻറ്റ് നമുക്ക് മനസ്സിലാവില്ല. മാത്രമല്ല ഇതിൻ്റെ LED വിസിബിൾ ആവാൻ നല്ലത് 1 ഇൻപുട്ടായിട്ട് കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ 1 എന്ന ഡാറ്റ നമ്മൾ ഇൻപുട്ടായിട്ട് കൊടുത്തു. ക്ലോക്ക് അപ്ലൈ ചെയ്തിട്ടില്ല, അതുകൊണ്ടാണ് ഇവിടെ ഒന്നും വർക്ക് ചെയ്യാത്തത്. ഇനി ഇത് ക്ലോക്ക് അപ്ലൈ ചെയ്യുന്നതോടുകൂടി ഇത് റൈറ്റ് മൂവ്മെൻ്റ് ആണ്. അപ്പോൾ ആദ്യം ക്ലോക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ഫസ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പാണ് സെറ്റ് ആയിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഈ LED നമുക്കിവിടെ ഓൺ ആയിട്ട് വരുന്നത്. അപ്പോൾ അടുത്തത് ഇവിടെ നോക്കേണ്ടത് ഈ ഫസ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പുള്ള ഡാറ്റ സെക്കൻഡ് ഫ്ലിപ്പ് ഫ്ലോപ്പിലേക്ക് ഷിഫ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. ശ്രദ്ധിക്കുക, ഇവിടെ ഇപ്പോൾ 0 ആണ്. അടുത്ത മൂവ്മെൻറ്റ് ശ്രദ്ധിക്കുക, ക്ലോക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ഇപ്പോൾ സെക്കൻഡ് ഇത് ഷിഫ്റ്റ് ചെയ്ത് 1ലേക്ക് വന്നു. വീണ്ടും അടുത്തത് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ മൂന്നാമത്തത് 1 ആയി. ഇനി അടുത്തത് റൈറ്റിലിവിടെ വരും. അതോടുകൂടി റൈറ്റ് ഔട്ട്പുട്ട് LED ബ്ലിങ്ക് ചെയ്യുകയും ചെയ്യും. അത് ഓണായി, LED ലൈറ്റപ്പ് ചെയ്തു. ഈ ഒരു മൂവ്മെൻ്റാണ് റൈറ്റ് മൂവ്മെൻറ്റ് കൊടുക്കുന്നത്. ഇനിയിപ്പോൾ ഇവിടെ നമ്മൾ ഡാറ്റ 0 ആക്കിയാൽ സ്വാഭാവികമായിട്ടും ഇത് 0. ഇപ്പോൾ നമുക്കിത് മനസ്സിലാക്കാം, കാരണം 1 0ലേക്ക് പോകുമ്പോൾ അതിൻ്റെ ചേഞ്ചസ് നമുക്ക് മനസ്സിലാവും. 0ലേക്ക് ഇത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഇതാണ് ഇൻപുട്ടിൽ 0 കൊടുക്കുമ്പോഴുള്ള ചേഞ്ചസ്. ഇനി നമുക്ക് ലെഫ്റ്റ് മൂവ്മെൻ്റ് ഒന്ന് നോക്കാം. അതിന് മുമ്പ് ഈ ഡാറ്റ ഒന്ന് ക്ലിയർ ചെയ്യാം. ക്ലിയർ ചെയ്തു. ലെഫ്റ്റ് മൂവ്മെൻറ്റ് ഇത് 0 ആക്കി. പൾസ് നമുക്ക് ഇപ്പോൾ നിലവിൽ 0 ആയതുകൊണ്ട് നമുക്ക് ഇൻപുട്ട് 1 കൊടുക്കാം. ക്ലോക്ക് അപ്ലൈ ചെയ്യുന്നതോടുകൂടി നമുക്ക് റൈറ്റിൽ LED ആണ് നമുക്ക് ബ്ലിങ്ക് ചെയ്ത് കിട്ടേണ്ടത്. ഇവിടെ ഗ്ലോ ചെയ്തു റൈറ്റ് LED. ഇനി ടുവേർഡ്സ് ലെഫ്റ്റ് മൂവ്മെൻ്റ് ആയിരിക്കണം ഓരോ ക്ലോക്കിനും അത് വരേണ്ടത്. ശ്രദ്ധിക്കുക, ഇപ്പോൾ ഇതൊക്കെ 0 ആണ്. ഇനി ഓരോന്നോരോന്നും മാറുന്നത് ശ്രദ്ധിക്കുക. ഇപ്പോൾ തേർഡിലേക്ക് വന്നു 1, സെക്കൻഡിലേക്ക് വന്നു. അടുത്തത് ഫസ്റ്റിലേക്ക് വരുന്നതോടുകൂടി ഇവിടുത്തെ ഔട്ട് LED ഓൺ ആവുകയും ചെയ്യും. ശ്രദ്ധിക്കുക, ഇങ്ങനെയാണ് ഡാറ്റ വരുന്നത്. ഇനി നമ്മളത് 0 ആക്കി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഇത് 0ലേക്ക് പോകും ഡാറ്റ. ഇപ്പോൾ 0ൻ്റെ മൂവ്മെൻ്റ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടം വരെയായി. അടുത്തത് പോകുന്നതോടുകൂടി ഈ LED ഓഫ് ആവുകയും ചെയ്യും. ഇതാണ് ഇതിൻ്റെ കണ്ടീഷൻസ് വരുന്നത്. ഈ സർക്യൂട്ടും ട്രെയിനർ കിറ്റിൽ ഉപയോഗിച്ച് ചെയ്യാവുന്നതാണ്. കുറേ കൂടെ ICകൾ ഉപയോഗിക്കേണ്ടി വരും, കുറച്ചും കൂടെ വലിയ സർക്യൂട്ടായി മാറും എന്നുള്ളതാണ്. ഇപ്പോഴത്തെ സാഹചര്യം ഉപയോഗിച്ചിട്ട് സ്റ്റുഡൻസ് കഴിയുന്നതും സിമുലേറ്ററിൽ ഇത് വർക്ക് ചെയ്യിച്ച് പഠിക്കുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ പ്രായോഗികമായിട്ടുള്ള രീതി വരുന്നത്. ഇപ്പോൾ നമ്മളിവിടെ കാണിച്ചിരിക്കുന്നത് circuitverse.org എന്ന് പറയുന്ന ഒരു സിമുലേറ്ററാണ്. ഇതിൽ തന്നെ വേണമെന്നൊന്നുമില്ല, ഒട്ടനവധി സിമുലേറ്ററുകൾ സൈറ്റിൽ അവൈലബിൾ ആണ്. ഏത് സിമുലേറ്ററിലാണെങ്കിലും നമുക്കത് ഉപയോഗപ്പെടുത്തി ചെയ്യാവുന്നതാണ്. ആ ഉപയോഗപ്പെടുത്തി ചെയ്യുന്ന സിമുലേറ്ററിൽ നിങ്ങൾക്ക് അതിൻ്റെ സർക്യൂട്ടിൻ്റെ വർക്കിംഗ് അത് ക്ലിയർ ആക്കി മനസ്സിലാക്കുക എന്നുള്ളതാണ് ചെയ്യാവുന്നത്. ഇപ്പോൾ 3 എക്സ്പെരിമെൻറ്റുകളിലായിട്ട് നമ്മൾ ഷിഫ്റ്റ് രജിസ്റ്റേഴ്സിൻ്റെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഇൻപുട്ടും ഔട്ട്പുട്ടും കൊടുക്കുന്ന രീതിക്കനുസരിച്ചുള്ള അറേഞ്ച്മെൻറ്റ്, മൂവ്മെൻറ്റിൻ്റെ രീതി, റൈറ്റിലേക്കോ ലെഫ്റ്റിലേക്കോ വേണ്ടതനുസരിച്ചുള്ള രീതി, ഇതൊക്കെ നമ്മൾ പറഞ്ഞു. അത് കമ്പൈൻ ചെയ്ത് ചെയ്യാവുന്ന ബൈഡയറക്ഷണൽ ഷിഫ്റ്റ് രജിസ്റ്ററിനെ പറ്റിയും പറഞ്ഞു. ഇനി ഇങ്ങനെയുള്ള ഷിഫ്റ്റ് രജിസ്റ്റേഴ്സ് പ്രാക്ടിക്കലായിട്ട് വരുന്ന സമയത്ത് എല്ലാ പ്രവർത്തനങ്ങളും ചെയ്യാൻ പറ്റുന്ന ചില ചിപ്പുകളുണ്ട്. അതിനാണ് യൂണിവേഴ്സൽ ഷിഫ്റ്റ് രജിസ്റ്റർ എന്ന് പറയുന്നത്. ആ യൂണിവേഴ്സൽ ഷിഫ്റ്റ് രജിസ്റ്റർ നമ്മൾ നേരത്തെ പ്രാക്ടിക്കൽസിലൊക്കെ ചെയ്ത രീതിയിൽ ഒരു 4 ബിറ്റ് അറേഞ്ച്മെൻറ്റ് വരുന്ന ഒരു യൂണിവേഴ്സൽ ഷിഫ്റ്റ് രജിസ്റ്ററാണ് 74194 എന്ന് പറയുന്ന ചിപ്പ്. ഈ IC ഒരു 16 പിന്ന് ചിപ്പ് അറേഞ്ച്മെൻ്റ് ആണ്. ടോപ്പിൽ ലാസ്റ്റ് വരുന്ന പിന്ന്
16 ആണ്. അതാണ് ഇവിടെ VCC ആയിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. ബോട്ടം സൈഡിൽ ലാസ്റ്റ് വരുന്ന പിൻ നമ്പർ 8 ഇതാണ് ഗ്രൗണ്ട് ആയിട്ട് ഉപയോഗിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ലാസ്റ്റും എടുത്തിരിക്കുന്നത് നമ്മൾ ഈ കൗണ്ട് ചെയ്യുന്ന രീതി അനുസരിച്ചാണ്. അപ്പോൾ 1 to 8ൻ്റെ ലാസ്റ്റ് ഗ്രൗണ്ടും ടോപ്പിൽ 9 to 16ൻ്റെ ലാസ്റ്റ് VCC ആണ് വരുന്നത്. ഇവിടെ നമുക്ക് സീരിയൽ ഡാറ്റ ഇൻപുട്ട് കൊടുക്കാനുള്ള ഫെസിലിറ്റി ഉണ്ട്. അതിൽ തന്നെ ഷിഫ്റ്റ് റൈറ്റ് ഇൻപുട്ടും ഷിഫ്റ്റ് ലെഫ്റ്റ് ഇൻപുട്ടും കൊടുക്കാനുള്ള ഫെസിലിറ്റികളുണ്ട്. സീരിയലായിട്ട് നമുക്ക് ഡാറ്റ ആ രീതിയിൽ കൊടുക്കാം. കൂടാതെ നമുക്ക് പാരലൽ ഡാറ്റ കൊടുക്കാനും, അതായത് ഡാറ്റ ഇൻപുട്ട് ചെയ്യാനും ഡാറ്റ ഔട്ട്പുട്ട് എടുക്കാനും ഉള്ള സൗകര്യങ്ങളുണ്ട്. അപ്പോൾ ഇങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ പഠിച്ച റൈറ്റിലേക്ക് മൂവ്മെൻറ്റ് ചെയ്യാൻ പറ്റുന്ന സീരിയൽ ഡാറ്റ ഷിഫ്റ്റ് റൈറ്റ് ഇൻപുട്ട് കൊടുത്ത് അങ്ങനെ കൊടുത്തിട്ട് ഈ ഔട്ട്പുട്ട് പാരലായിട്ടും ഒക്കെ എടുക്കാവുന്ന ചില ഫെസിലിറ്റീസൊക്കെ തന്നെ ഇതിൻ്റെ അകത്ത് ഉപയോഗിക്കുന്നുണ്ട്. കൂടാതെ നമുക്ക് ഇതിൻ്റെ കൺട്രോളിങ്ങിനൊക്കെ വേണ്ടിയിട്ട് സിങ്ക്രണൈസ് ചെയ്യാൻ വേണ്ടിയുള്ള ക്ലോക്ക് ഫെസിലിറ്റി ഇവിടെ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. ക്ലിയർ ചെയ്യാനുള്ള ക്ലിയർ പിൻ ഇതിൽ ഉണ്ട്. ഇതെല്ലാം തന്നെ ഈ ഒരു രീതിയിൽ ചെയ്യാം. പിന്നെ ഇതിന് മോഡ് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു S0 S1 പോയിൻറ്സും ഇതിൻ്റെ അകത്ത് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ ഒരു ഹോൾഡ് കണ്ടീഷൻ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്, റൈറ്റ് ഷിഫ്റ്റ് മൂവ്മെൻറ്റ് ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്, ലെഫ്റ്റ് ഷിഫ്റ്റ് മൂവ്മെൻറ്റ് ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്, പാരൽ മോഡ് ഉപയോഗപ്പെടുത്തുന്നത് എന്ന് പറഞ്ഞാൽ 0-1ൻ്റെ 4 കണ്ടീഷൻ, അതായത് 00, 01, 10, 11. ഈ അറേഞ്ച്മെൻറ്റിനനുസരിച്ചിട്ടാണ് ഈ ഷിഫ്റ്റ് രജിസ്റ്റർ മൂവ്മെൻറ്റ്സ് വരുന്നത്. 74194 ഉപയോഗിച്ചിട്ട് ഈ പ്രവർത്തനങ്ങളെല്ലാം തന്നെ നമുക്ക് ഈ സർക്യൂട്ടുകളിൽ നമുക്കിത് ചെയ്യാവുന്നതാണ്. ഇതെല്ലാമാണ് നമുക്ക് ഷിഫ്റ്റ് രജിസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട എക്സ്പെരിമെൻറ്റിൽ നമ്മൾ പറയാനുള്ളത്. 3 എക്സ്പെരിമെൻ്റാണ് നമ്മൾ കഴിഞ്ഞത്. അതിൽ ആദ്യത്തെ 2 സീരിയലായിട്ട് ഡാറ്റ കൊടുത്തിട്ട് നമുക്ക് ഔട്ട്പുട്ട് സീരിയലായിട്ടും പാരലായിട്ടും വരുന്ന 2 എക്സ്പെരിമെൻറ്റിനെ പറ്റി പറഞ്ഞു. രണ്ടാമത്തേതിൽ പാരലായിട്ട് ഡാറ്റ ഇൻപുട്ട് കൊടുത്തിട്ട് പാരലായിട്ടും സീരിയലായിട്ടും വരുന്ന ഔട്ട്പുട്ടുകളെ പറ്റിയാണ് പറഞ്ഞിരുന്നത്. ഇപ്പോൾ ഈ എക്സ്പെരിമെൻറ്റിൽ നമ്മൾ ആദ്യം ഇതിൻ്റെ ബൈഡയറക്ഷൻ ഷിഫ്റ്റ് രജിസ്റ്റേഴ്സിനെ പറ്റി പറഞ്ഞു. അതിൽ ലെഫ്റ്റ് ഷിഫ്റ്റും റൈറ്റ് ഷിഫ്റ്റും വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമ്മൾ കണ്ടു. കൂടാതെ ഇപ്പോൾ യൂണിവേഴ്സൽ ഷിഫ്റ്റ് രജിസ്റ്ററിൻ്റെ ചിപ്പിനെ ഒന്ന് പരിചയപ്പെടുത്തുകയും ചെയ്തു. ഇത്രയൊക്കെയാണ് ഈ എക്സ്പെരിമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഓക്കെ, താങ്ക് യു.